ഹായ് ഫ്രണ്ട്സ്, വിപഞ്ചികാസ് ക്രാഫ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഫ്ലവറാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മളെ വീട്ടിലെ ഷോ പീസിൽ വെക്കാം, ഷോ പീസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ക്രാഫ്റ്റിന് കുറച്ച് പേപ്പർ ട്യൂബ്സ് ആണ് വേണ്ടത്. ഈ പേപ്പർ ട്യൂബ്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടാൽ മതി. കുറച്ചത് മാഗസിൻ പേപ്പർ വെച്ച് ചെയ്തതാണ്. ഇതിൽ നമുക്ക് ഡീപ്പ് ഗ്രീൻ പെയിൻ്റ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ആക്രിലിക് കളറാണ്. അപ്പം ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് രണ്ട് ട്യൂബ്സ് തമ്മിലൊന്ന് ജോയിൻ ചെയ്യണം. ഇതേ കണക്കൊന്ന് ഗ്ലൂ ഇവിടെ അപ്ലൈ ചെയ്ത ശേഷം ഇതിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വേണം നമുക്ക് ഈ പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ. അങ്ങനെ ഗ്രീൻ കളർ പെയിൻ്റൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു വയറാണ് വേണ്ടത്. ഇത് ഞാൻ പല വീട്ടിലും കാണിച്ചിട്ടുള്ള ഫ്ലവർ മേക്കിങ്ങിനുള്ളത്. അത് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ ഈ ഒരു ഹൈറ്റിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പാടില്ല. പിന്നെ ഇവിടെ ചെറുതായിട്ടൊന്ന് മടക്കി ഇതേ കണക്ക് ഇവിടെയും ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കണം. അത് വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് ഇതേ കണക്ക് എന്തെങ്കിലും സ്റ്റിക്ക് എടുത്ത ശേഷം ഇതേ കണക്കൊന്ന് ഒത്തിരി ഇങ്ങ് അടുപ്പിച്ച് വേണ്ട, ഇച്ചിരി ഗ്യാപ്പ് ഇട്ട ശേഷം ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം. ഫുള്ളൊന്ന് ചുറ്റണ്ട. എന്നിട്ട് നമുക്കിതിൽ നിന്ന് പൊടി മാറ്റിയാൽ മതി. ഏകദേശം ചെറിയൊരു സ്പ്രിങ്ങിൻ്റെ കണക്ക് ഷേപ്പ് കിട്ടും. ഇതേപോലെ എല്ലാം ഇതേ കണക്കും ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് കളർ പേപ്പറാണ്. ഇതൊരു A4 സൈസിൻ്റെ അളവിലുള്ള ഒരു പേപ്പറാണിത്. ഇത് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് ഉള്ള കടയിൽ കിട്ടുന്നതാണ് വാങ്ങിക്കാൻ. നമുക്ക് ഏതൊരു കളർ എടുത്ത ശേഷം നമുക്ക് ഏകദേശം ഒരു സ്ക്വയറിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇതേ കണക്ക് ശേഷം പിന്നെ ഇതേ കണക്ക് കോണോട് കോൺ ചേർത്തൊന്ന് മടക്കണം. ഇതേ കണക്ക് ഒന്നും കൂടി ഒന്ന് മടക്കണം. പിന്നെ ഒന്നും കൂടി ഒന്ന് മടക്കണം. നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് മടക്കിയെടുക്കണം. എന്നിട്ട് ബാക്കി എക്സ്ട്രാ ആയിട്ട് കിടക്കുന്നത് കട്ട് ചെയ്ത് മാറ്റണം. അതിന് ശേഷം കണ്ട ഈ മടക്കിയ ഭാഗത്ത് ഇതേ കണക്കൊരു ചരിച്ചൊന്ന് കട്ട് ചെയ്യണം. ഇതേ കണക്കിന് അതിൻ്റെ ഓപ്പോസിറ്റും ഇതേ കണക്കൊന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്യണം. മൂത്ത് നോക്കുമ്പോൾ ചെറിയൊരു ഫ്ലവറിൻ്റെ പെറ്റൻ്റെ ഷേപ്പ് കാണും. ഇതേ കണക്ക് കാണും. അപ്പോൾ അതിലേതിന് ഒരു സൈഡിലൊന്ന് കട്ട് ചെയ്ത ശേഷം നമുക്കതൊന്ന് ഇതേപോലെ ഒന്ന് ചുരുട്ടി എടുക്കണം. ഇതേ കണക്ക് ഏകദേശം ഈ ഒരു കറക്റ്റ് ഒരു ഷേപ്പ് വേണമെന്നില്ല. ഇതേ കണക്ക് ശേഷം നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ചുരുട്ടി വെച്ച ശേഷം നമ്മൾ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതേ കണക്കൊന്ന് ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു പെറ്റലിൻ്റെ ഷേപ്പ് കാണും. ഇതേ കണക്കാണ് ഇതെല്ലാം ചെയ്തെടുത്തേക്കുന്നത്. ഇതേ കണക്ക് ഫ്ലവർ ഇതാ ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇതേ കണക്ക് തന്നെ എല്ലായിടത്തും ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതേ കണക്ക് തന്നെ എല്ലായിടത്തും ഒന്ന് ചെയ്തെടുക്കണം. എല്ലാ സ്റ്റിക്കിലും ഇതേ കണക്ക് തന്നെ ചെയ്യേണ്ടത്. ഫ്ലവറിൻ്റെ കളറ് നമുക്ക് മാറ്റുകയൊക്കെ ചെയ്യാം. ഇഷ്ടമുള്ള കളറ് ഓരോ ഇത് പേപ്പർ സ്റ്റിക്കിൽ ഓരോ കളർ ചേർക്കാം. പല കളറിൽ വേണമെങ്കിൽ ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ എല്ലാ കളറും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലവർ ഇഷ്ടമുള്ള കളർ ചെയ്ത് വയ്ക്കാം. അതൊക്കെ അവരുടെ ഇഷ്ടം. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. പിന്നെ ഫ്ലവർ വേസ് ഉണ്ടെങ്കിൽ അതിലിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഫ്ലവർ വേസ് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ക്രാഫ്റ്റ് അല്ലേ. എല്ലാവർക്കും ഈ പൂ ഇതേ ഫാഷൻ തന്നെ വേണമെന്നില്ല. നമുക്ക് അറിയാവുന്ന ഏത് ഫാഷൻ ചെയ്യാൻ പറ്റും അതേ ഫാഷൻ ചെയ്ത് വെച്ചാൽ മതി. ഇതേ മുകളിൽ തന്നെ വേണം നിർബന്ധമില്ല. അപ്പോൾ ഞാൻ ഫ്ലവർ വേസ് ഇട്ട ശേഷം കാണിച്ചു തരാം.
ഞാൻ എന്താ ഫ്ലവറൊക്കെ ഒരു ഫ്ലവർ വേസിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഫ്ലവർ വേസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മാഗസിൻ പേപ്പർ വെച്ച് ചെയ്തതാണ്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടേക്കണേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്രാഫ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു സിമ്പിൾ ക്രാഫ്റ്റുമായി കാണാം.